ന്യൂസിലൻഡിലെ മുസ്ലിം പള്ളിയിലുണ്ടായ വെടിവയ്പിൽ മരണം 40 കടക്കുമ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്: ആരെയാണ് ഭീകരർ ലക്ഷ്യമിട്ടത്? ഭീകരർ ലക്ഷ്യമിട്ടത് ആരെയാണ്? ന്യൂസിലൻഡിലെ മുസ്ലിം പള്ളിയിലുണ്ടായ വെടിവയ്പിലെ മരണം 40 കടന്നിരിക്കുന്നു. വെടിവയ്പിൽ 20-ഏറെ പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ക്രൈസ്റ്റ് ചർച്ചിലെ 2 മുസ്ലിം പള്ളികളിലായിരുന്നു വെടിവയ്പ് ഉണ്ടായത്. പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്ന സമയത്തായിരുന്നു വെടിവയ്പ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ ലക്ഷ്യം ആര്, എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന മറ്റൊരു ചോദ്യം. സംഭവ സമയത്ത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം അംഗങ്ങൾ പള്ളിയുടെ പരിസരത്തുണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഭീകരർ അപ്പോൾ ആരെയാണ് ലക്ഷ്യമിട്ടതെന്ന ചോദ്യം കൂടുതൽ ഉയരുകയാണ്. വെടിവയ്പിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതായി ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം തമീം ഇക്ബാൽ ട്വീറ്റ് ചെയ്തിരുന്നു. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചതെന്നും തങ്ങൾക്കായി പ്രാർത്ഥിക്കണമെന്നും തമീം ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്. ന്യൂസിലൻഡ് പര്യടനത്തിനായി ബംഗ്ലാദേശ് ടീം ഇപ്പോൾ ഇവിടെയുണ്ട്. പര്യടനത്തിലെ 3ാമത്തെ ടെസ്റ്റ് മത്സരം നാളെ ക്രൈസ്റ്റ് ചർച്ചിൽ ആരംഭിക്കാനിരിക്കുകയാണ്. ഇതിനിടെയാണ് ഭീകര ആക്രമണം ഉണ്ടായത്. 40 പേരുടെ ജീവനെടുത്തത്. പ്രശ്നം ഗൗരവകരമാണെന്ന് പ്രതികരിച്ച് ക്രൈസ്റ്റ് ചർച്ച് പോലീസ് പള്ളി സ്ഥിതി ചെയ്യുന്ന മേഖലയിലേക്ക് പോകരുതെന്ന് പ്രദേശവാസികൾക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയത്താൽ തുടർന്നാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ്. വെടിവയ്പിന് പിന്നാലെ ക്രൈസ്റ്റ് ചർച്ചിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അടിയന്തരമായി അടച്ചുപൂട്ടൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പള്ളിയിലേക്ക് കയറി വന്ന അക്രമി തുരുതുര വെടിതീർക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. വെടിവയ്പ് ആരംഭിച്ചതോടെ പള്ളിയിൽ ഉണ്ടായിരുന്നവരെല്ലാം പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയായിരുന്നു. പ്രശ്നം ഗൗരവമാണെന്ന് പ്രതികരിച്ച ക്രൈസ്റ്റ് ചർച്ച് പോലീസ് പള്ളി സ്ഥിതി ചെയ്യുന്ന മേഖലയിലേക്ക് പോകരുതെന്ന് പ്രദേശവാസികളോട് ആവർത്തിച്ചു പറയുന്നുണ്ട്. അതായത് ഭീകരവാദികൾ പ്രദേശത്ത് പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ആക്രമണ സാധ്യത മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ചും ഭീകരർ എന്തായിരിക്കും ലക്ഷ്യമിടുക എന്നുള്ളത് വ്യക്തമല്ലാത്തത് കൊണ്ട് തന്നെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം അടക്കം ന്യൂസിലൻഡ് പര്യടനത്തിനുള്ളതിനാൽ വലിയ കരുതലോടെയാണ് ക്രൈസ്റ്റ് ചർച്ച് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്. നിലവിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെടിവയ്പിന് പിന്നാലെ അവധി നൽകിയിട്ടുണ്ട്. അതേസമയം കുറെ പേർ പള്ളിയിൽ നിന്നും വെടിവയ്പ് ആരംഭിച്ചതോടെ ഓടി രക്ഷപ്പെട്ടുവെങ്കിലും നിരവധി പേർ പള്ളിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നതായും മൃതദേഹങ്ങൾ കണ്ടതായും സ്ഥിരീകരിക്കാത്ത വാർത്തകളും നേരത്തെ വന്നിരുന്നു. ഇത് കൂടുതൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. ആക്രമിയെ കീഴടക്കാൻ പോലീസ് തിരിച്ചു വെടിവെക്കുന്നതായും ഏറ്റുമുട്ടൽ നടക്കുന്നതായും വാർത്തകൾ ദേശീയ രാജ്യാന്തര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വീടിനുള്ളിൽ തന്നെ ചിലവഴിക്കാൻ പ്രദേശവാസികളോട് പോലീസ് ആവശ്യപ്പെട്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ കരുതലിൽ തന്നെയാണ് ക്രൈസ്റ്റ് ചർച്ച് പോലീസ്. അതായത് ഒരു തരത്തിലുള്ള ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ക്രൈസ്റ്റ് ചർച്ച് പോലീസ് ഉള്ളത്. ബംഗ്ലാദേശ് ടീമടക്കം അവരുടെ പര്യടനം നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും നാളെ മത്സരം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുണ്ടായ ആക്രമണം മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് പോലീസ് സുരക്ഷ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.